നീണ്ടകര താലൂക്ക് ആശുപത്രി കെട്ടിടവും സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെയും ഉദ്ഘാടനം നടത്തി. കിഫ്ബിയിൽ നിന്നും 46.43 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. സ്പെഷ്യാലിറ്റി ബ്ലോക്കുകളും 113 കിടക്കകളും ഇവിടെയുണ്ട്. നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെയും സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെയും ഉദ്ഘാടനമാണ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചത്. എൻ വിജയൻപിള്ള MLA ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പരിശ്രമഫലമായി കിഫ്ബിയിൽ നിന്നും അനുവദിച്ച 46.43 കോടി രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. 75,000 സ്ക്വയർ ഫീറ്റുള്ള 2 കെട്ടിടങ്ങളാണ് പൂർത്തീകരിച്ചത്. കടലിന് അഭിമുഖമായാണ് വാർഡുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ICU, ലാബുകൾ, എക്സ്റേ യൂണിറ്റ്, മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ, മോഡുലാർ ഫാർമസി, ലേബർ റൂം, സ്പെഷ്യാലിറ്റി ബ്ലോക്കുകൾ, 113 കിടക്കകൾ, 16 ICU കിടക്കകൾ, 22 OP മുറികൾ തുടങ്ങിയ സൗകര്യങ്ങൾ ആശുപത്രിയിലുണ്ട്. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു ദിവസമാണിത്. നമ്മുടെ നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെയും സിമെറ്റ് നഴ്സിംഗ് കോളേജിന്റെയും ഉദ്ഘാടനമാണ് നിർവഹിക്കപ്പെടുന്നത്. 1951 സ്ഥാപിതമായിട്ടുള്ള ആശുപത്രിയാണ് നീണ്ടകര താലൂക്ക് ആശുപത്രി. പ്രത്യേകിച്ചും മത്സ്യബന്ധന തീരദേശ മേഖലയായ ഈ പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നല്ല നിലയിൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് നീണ്ടകര താലൂക്ക് ആശുപത്രി. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വളരെ പരിമിതമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവിടെ കിഫ്ബിയിലൂടെയാണ് 46 കോടി രൂപ 43 ലക്ഷം രൂപ ചെലവഴിച്ച് 46.43 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഭവന നിർമ്മാണ ബോർഡാണ് ഈ നിർമ്മാണം സാധ്യമാക്കിയത്. ഒട്ടേറെ തടസ്സങ്ങൾ ഇതിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. സാങ്കേതികമായിട്ടുള്ള പ്രയാസങ്ങൾ. ഞാൻ പല തവണ ഇവിടെ ആശുപത്രി സന്ദർശിച്ചിരുന്നു. ബഹുമാനപ്പെട്ട MLAയും ഉണ്ടായിരുന്നു. നിർമ്മാണം ജില്ലാതലത്തിലും സ്റ്റേറ്റ് തലത്തിലും മിനിസ്റ്റർ തലത്തിലും ഒക്കെ പലതവണ അവലോകനം ചെയ്യപ്പെട്ടു. അധിക ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കണമെന്ന നിർദ്ദേശം സർക്കാർ അംഗീകാരത്തിനായി നൽകിയിട്ടുണ്ടെന്ന് ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA പറഞ്ഞു. താലൂക്ക് ഹോസ്പിറ്റലായിട്ട് പേര് ഉയർത്തിയെങ്കിലും അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളും സ്റ്റാഫ് പാറ്റേണിലൊന്നും മാറ്റം വരാത്തതിനാൽ ഈ വികസനം ഉണ്ടായില്ല. അങ്ങനെ 2016-17 കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ താലൂക്ക് ഹോസ്പിറ്റലായി ഉയർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളും സ്റ്റാഫ് പാറ്റേണും മാറ്റണമെന്ന് അന്നത്തെ MLA ശ്രീ N വിജയൻപിള്ള അവർ നിരന്തരം ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷെ അന്നത്തെ സെക്രട്ടറി അടക്കം, ആരോഗ്യവകുപ്പ് സെക്രട്ടറി അടക്കം അതിനൊരു വിഷയമായി പറഞ്ഞത് തൊട്ടടുത്ത് തന്നെയാണ് താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ സാമീപ്യം. കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞാൽ വലിയ ദൂരമില്ല, കൊല്ലം ആസ്ഥാന ജില്ലാ ആശുപത്രി എന്ന് പറഞ്ഞാലും വലിയ ദൂരമില്ല. ഇതിനിടയ്ക്ക് ഒരു താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് സർക്കാരിന് അധിക ബാധ്യതയാണ്, അതിന് വലിയ ഒരു പ്രസക്തിയില്ല എന്നൊരു നിലപാട് എടുക്കുകയും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തു ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. പിന്നീട് അത് നിരന്തരം ഇടപെടലിലൂടെ, അതിശക്തമായ ഇടപെടലിലൂടെയാണ് അന്നത്തെ MLA ശ്രീ നിരന്തര ഇടപെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എഫേർട്ടുകൾ അങ്ങ് വളരെ കുറഞ്ഞു പോകും. ഏതാണ്ട് 10, 20, 30 പ്രാവശ്യം ഈ പറഞ്ഞ ഓഫീസുകളെല്ലാം നിരന്തരം കയറി ഇറങ്ങി നടന്ന് അവരെ വീണ്ടും ആ തീരുമാനം മാറ്റുവാൻ വേണ്ടിയിട്ട് അതിശക്തമായ പ്രയത്നങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ഈ ഒരു പുതിയ സംരംഭം കിഫ്ബിയുടെ സഹായത്തോടുകൂടി നിർവഹിക്കുവാൻ സാധിച്ചത്. സിമെറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ, തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയശ്രീ മംഗളൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം B ശശികുമാർ, നീണ്ടകര പഞ്ചായത്ത് അംഗങ്ങളായ നിജ അനിൽ, രാജി ബാബു, ആരതി ലക്ഷ്മി, ഷേർലി ഹെൻറി, ചവറ ഗ്രാമപഞ്ചായത്ത് അംഗം ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ ഷീജ AL, ഡോക്ടർ ദേവ് കിരൺ, പ്രൊഫസർ ഷക്കില K, അജി മേനോൻ, അഡ്വക്കേറ്റ് രാജൻ പിള്ള, വേദവ്യാസൻ, ഹരികൃഷ്ണൻ, ചവറ ഷാ, ഡോക്ടർ മേഴ്സി വില്യംസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.